ഹലോ. ഓഗസ്റ്റ് 7 രാഹുൽ ഗാന്ധി പതിവ് പോലെ ഒരു വലിയ ആറ്റംബോംബായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ ആറ്റംബോംബിന്റെ പേരെന്ന് പറയുന്നത് വോട്ട് ചോരി എന്നാണ്. എന്നാൽ ഈ വോട്ട് ചോരിയിൽ ഇപ്പോൾ ഒരു വിവാദം കൊഴുത്തിരിക്കുകയാണ്. സോണിയാഗാന്ധിയുടെ പൗരത്വം തന്നെയാണ് ഏറെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ജനാധിപത്യത്തെ തന്നെ വെല്ലുവിളിക്കുന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ. എന്താണ് ആ പ്രസ്താവന എന്ന് നമുക്കൊരു വീഡിയോ കണ്ടിട്ട് വരാം. यह है चोरी 5 तरीके से होती है। इनवैलिड फोटोग्राफ, ये बहुत बड़ा तरीका है। इसमें या तो इनकी फोटो है ही नहीं पोलिंग वोटर लिस्ट पे, या फिर इतनी छोटी है कि पहचानी नहीं जाती। देख लीजिए, ये देख लीजिए, और ये सब नाम है इनके। ये सब लोग हैं जिनकी फोटोग्राफ नहीं। കർണാടകയിലെ ബംഗളൂരു സെൻട്രൽ ലോക്സഭാ മണ്ഡലത്തിൽ മഹാദേവപുര സെഗ്മെന്റിൽ നിരവധി വ്യാജ വോട്ടർമാരെ പട്ടികയിൽ ചേർത്തു. ഇതിന്റെ സഹായത്തോടു കൂടിയാണ് BJP അധികാരത്തിൽ കയറിയതെന്നാണ് രാഹുൽ ഗാന്ധി രൂക്ഷമായി പരാമർശിച്ചത്. രാഹുൽ ഗാന്ധി പറഞ്ഞ കണക്കുകൾ ഇതൊക്കെയാണ്: 11,956 ഡ്യൂപ്ലിക്കേറ്റ് വോട്ടർ എൻട്രികൾ, 40,009 അസാധുവായ അല്ലെങ്കിൽ വ്യാജ വിലാസത്തിലുള്ള വോട്ടർ എൻട്രികൾ, 10,452 രജിസ്ട്രേഷനുകൾ, അതിൽ 80 പേർ തന്നെ ഒരു വീടിന്റെ വിലാസത്തിൽ ഉള്ളവർ. ഇതാണ് അദ്ദേഹത്തിന്റെ കണ്ടെത്തലുകൾ. 4,132 അസാധുവായ ഫോട്ടോകൾ, 33,692 ഫോം 6 വ്യാജ രജിസ്ട്രേഷനുകൾ, മൊത്തത്തിൽ 1,250,000 വ്യാജ വോട്ടർ എൻട്രികൾ നടത്തിയതായിട്ടാണ് രാഹുൽ ഗാന്ധി വാദിക്കുന്നത്. ഇതിലൂടെയാണ് BJP സർക്കാർ അധികാരത്തിൽ കയറിയതെന്നാണ് അദ്ദേഹം രൂക്ഷമായിട്ട് വിമർശിക്കുന്നത്. ഈ വിമർശനത്തിന് എത്രത്തോളം ശരികൾ ഉണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം. രാഹുൽ ഗാന്ധിയുടെ ഈ വിവാദത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്നുള്ളതാണ് ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ നിങ്ങളെ കാണിക്കുന്നത്. ലൈവായിട്ട് രാഹുൽ ഗാന്ധി പറഞ്ഞ പോലെ സെർച്ച് ചെയ്യുകയാണ്. ഇതിലെ പച്ചക്കള്ളം വെളിപ്പെടുത്തുന്ന ഒരു വീഡിയോ ആണ്. നമുക്ക് അതിലേക്ക് ഒന്ന് പോയിട്ട് വരാം. इलेक्टोरल रोल इलेक्शन, ये मैं जा रही हूँ वोटर सर्च में, ठीक है दर्शकों, थोड़ा ध्यान से देखना। ये वोटर सर्च में जाएंगे आप तो यहाँ पर आएगा EPIC नंबर। नाम किसका लिया था सर? पहला क्या नाम था? आदित्य श्रीवास्तव। नो रिजल्ट फाउंड सर। महाराष्ट्र में आदित्य श्रीवास्तव नहीं है, ही इज नॉट देयर। फिर क्या बताया था? वो पाए गए यूपी में, उत्तर प्रदेश, ये भी देख लीजिए आप, ठीक है। अब मैं जाती हूँ आदित्य को ढूंढने के लिए कर्नाटक में। हियर कम्स कर्नाटक हैं। ओ वंडरफुल सर, यहाँ पर है ये FPP 643740 आदित्य श्रीवास्तव, ये पाए गए हैं कर्नाटका के वोटर। കണ്ടില്ലേ ലൈവായിട്ട് കള്ളങ്ങൾ പൊളിയുന്നത്? ഇതിനെയാണോ ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടെന്ന് പറയുന്ന പപ്പുമോനെ? എന്തൊക്കെയായാലും പപ്പുമോൻ തൊടുത്തുവിട്ട ഒരു അമ്പ് എത്തേണ്ടടുത്ത് തന്നെ എത്തിയിട്ടുണ്ട്. അതായത് പപ്പുമോന്റെ അമ്മയുടെ പൗരത്വം തന്നെ ചോദ്യം ചെയ്യുമെന്ന് രാഹുൽ ഗാന്ധി സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. രാഹുൽ ഗാന്ധിയുടെ ഒരു വാദം ഉണ്ടായിരുന്നല്ലോ, ഒരു വീട് അഡ്രസ്സിൽ 80 പേർ വോട്ടർ എൻട്രികൾ നടത്തിയെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിചിത്രവാദം. എന്നാൽ അന്വേഷിച്ചു ചെന്ന് കഴിഞ്ഞപ്പോൾ വെസ്റ്റ് ബംഗാളിൽ ദീപക് എന്ന സ്വദേശിയും അദ്ദേഹത്തിന്റെ കുടുംബവുമാണ് അവിടെ താമസിച്ചിരുന്നത്. അവരുടെ പക്കൽ വോട്ടർ ഐഡിയും ഉണ്ട്. എന്നാൽ ഈ 80 പേരായിട്ട് അവർക്ക് യാതൊരു ബന്ധവുമില്ല. അതായത് പരാമർശിക്കപ്പെട്ട 80 പേർ എവിടെയാണ് എന്താണെന്ന് പോലും അറിയുകയില്ല. അപ്പോൾ തന്നെ ഒന്നാമത്തെ വാദം പൊളിഞ്ഞുവല്ലോ. അടുത്ത വാദം, മഹാദേവ്പുരയിലെ ശകുനി റാണി എന്ന ഒരു സ്ത്രീ 2 സ്ഥലത്ത് വോട്ട് രേഖപ്പെടുത്തിയെന്നായിരുന്നു അടുത്തൊരു വാദം. ആ വാദത്തിന്റെ നിജസ്ഥിതി എന്താണെന്ന് നമുക്ക് നോക്കാം. രാഹുൽ ഗാന്ധി വാദിച്ചത് ശകുനി റാണി 2 സ്ഥലങ്ങളിൽ വോട്ട് ചെയ്തു എന്നാണ്. എന്നാൽ CEO കർണാടക അന്വേഷണത്തിൽ അവർ കണ്ടെത്തിയത് ശകുനി റാണി ഒരു സ്ഥലത്ത് മാത്രമാണ് വോട്ട് ചെയ്തതെന്നാണ്. ശരിയാണ്, പേര് 2 സ്ഥലത്ത് ഉണ്ടായിരുന്നിരിക്കും, പക്ഷെ വോട്ട് ചെയ്തത് ഒരു സ്ഥലത്ത് മാത്രമാണ്. ഇതോടുകൂടി തന്നെ ചെസ് നമ്പർ 1 ഓൾറെഡി പൊളിഞ്ഞു, നമ്പർ 2 പൊളിഞ്ഞു. ഇനി എന്താണ് പപ്പുമോന് പറയാനുള്ളത്? ജനാധിപത്യത്തിലെ തിരഞ്ഞെടുപ്പിനെ ഇത്ര ഏറെ അവഹേളിച്ച ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയ്ക്ക് രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് വ്യക്തതയും കൃത്യതയുമായ ഒരു സത്യവാങ്മൂലം. ഈ പറഞ്ഞതിനെല്ലാം ഒരു തെളിവുകൾ സഹിതം ഒരു സത്യവാങ്മൂലം നൽകണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. രജിസ്ട്രേഷൻ ഓഫ് ഇലക്ടേഴ്സ് റൂൾ 1960 റൂൾ 23B പ്രകാരം വ്യക്തമായ തെളിവുകളില്ലാതെ ആരോപണം ഉന്നയിച്ച 7 വർഷം വരെ തടവ് ശിക്ഷ വരെ ലഭിക്കാം എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മറ്റൊരു റൂള്. രാഹുൽ ഗാന്ധിക്ക് ഇപ്പോഴും തെളിവ് സഹിതം സത്യവാങ്മൂലം സമർപ്പിക്കാൻ സമയമുണ്ട്. മറിച്ചാണെങ്കിൽ അദ്ദേഹം മാപ്പ് പറയേണ്ടി വരും. പപ്പുമോന് മാപ്പ് പറഞ്ഞ ഒരുപാട് ശീലമുള്ളതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. രാഹുൽ ഗാന്ധി ഉന്നയിച്ച വോട്ട് ചോരി വിവാദത്തിൽ എങ്ങനെയാണ് രാഹുൽ ഗാന്ധിയുടെ അമ്മയെ സോണിയാഗാന്ധി പെട്ടതെന്ന് കൂടി നമുക്ക് നോക്കാം. കുറച്ച് വിചിത്രമാണ്.
1980 വോട്ടർ ലിസ്റ്റിൽ സോണിയാഗാന്ധിയുടെ പേരുണ്ട്. എന്നാൽ സോണിയാഗാന്ധിക്ക് പൗരത്വം ലഭിച്ചത് 1983 ഏപ്രിലാണ്. ഏപ്രിലിൽ പൗരത്വം ലഭിച്ച അല്ലെങ്കിൽ 1983 പൗരത്വം ലഭിച്ച ഒരു സ്ത്രീക്ക് എങ്ങനെയാണ് 3 വർഷം മുമ്പ് വോട്ടർ ലിസ്റ്റിൽ പേരുണ്ടാവുക? എത്രയൊക്കെ വിളിപ്പിക്കാൻ നോക്കിയാലും ഈ ഒരു ക്വസ്റ്റ്യന് ബബ്ബബ അടിക്കുന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം 1983 പൗരത്വം ലഭിച്ച ഒരു വ്യക്തിക്ക് 80കളിലെ വോട്ടർ ലിസ്റ്റിൽ പേരെങ്ങനെയാണ് വന്നത്? നേരായ വഴിക്ക് വന്നതായിരിക്കില്ല. പിന്നെ എന്താണ് അവിടെ വോട്ട് ചോരിയല്ലേ നടന്നത്? അല്ലെന്ന് തെളിയിക്കാൻ പറ്റുമോ? ഇതിനെതിരെ കോൺഗ്രസിന്റെ മറുപടി എന്താന്ന് കേൾക്കണ്ടേ? സോണിയാഗാന്ധിക്ക് 1983 പൗരത്വം ലഭിച്ചത്. പക്ഷേ അവരുടെ കയ്യിൽ ഇറ്റലിയിലെ പൗരത്വം ഉണ്ടായിരുന്നു. ഇറ്റലിയിലെ പൗരത്വം കൊണ്ട് ഇവിടുത്തെ വോട്ടർ ലിസ്റ്റിൽ എന്താണ് പ്രയോജനം? നാളെ ഒരു സാധാരണക്കാരൻ വന്നിട്ട് അങ്ങ് ഇറ്റലിയില് പൗരത്വമുണ്ട്, എന്നാൽ എന്റെ ഇവിടുത്തെ പൗരത്വ അവകാശമായിട്ട് അതിനൊന്ന് ലിങ്ക് ചെയ്ത് തരാൻ പറഞ്ഞാൽ നിങ്ങൾ ചെയ്തു കൊടുക്കുവോ? ഇന്ത്യൻ ഭരണഘടനാ നിയമം അനുസരിച്ച് ഇവിടുത്തെ പൗരന് മാത്രമേ വോട്ടവകാശം ലഭിക്കുകയുള്ളൂ. അങ്ങനെയാണ് നമ്മൾ പഠിച്ചു വന്നതും ഭരണഘടനാ നിയമവും. ഭരണഘടനയിൽ എഴുതിപ്പെട്ടതും അങ്ങനെ തന്നെയാണ്. അല്ലെങ്കിൽ BR അംബേദ്കർ ഏതെങ്കിലും രീതിയിൽ എഴുതിയാൽ പോലെ ഇറ്റലിയിലെ പൗരത്വം കയ്യിലുണ്ടെന്ന് പറഞ്ഞ് നമുക്ക് ഇവിടത്തെ പൗരത്വം ലഭിക്കുകയില്ല. അതുപോലെ വോട്ടർ ലിസ്റ്റിൽ പേരും ചേർക്കാൻ പാടില്ല. അപ്പോൾ അവിടെ തന്നെ കൃത്രിമം കാണിച്ചിട്ടില്ലേ? വോട്ട് ചോരി എന്ന് 24 മണിക്കൂർ പറയുമ്പോൾ സ്വന്തം വീട്ടിലുള്ളവരെ ചോരിയാണെന്ന് പപ്പുമോൻ അംഗീകരിക്കണം. എന്തായാലും വലിയ ഹീറോ ആയിട്ട് വന്നിട്ട് കോമഡി പീസ് ആയിട്ട് പോയിട്ടുണ്ട്. എന്ത് തന്നെയാണെങ്കിലും ഇപ്പോൾ രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരിക്കുന്നത് പച്ച കള്ളമാണെന്ന് ഇവിടെയുള്ള മീഡിയ തന്നെ വലിച്ചു കയറുന്നുണ്ട്. എന്ത് തന്നെയായാലും ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയാം എന്താണ് വോട്ട് ചോരി, ആരൊക്കെയാണ് ഈ ചോരിയിൽ ഭാഗം എന്നുള്ളത്. എന്ത് തന്നെയായാലും മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.